ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചോ? എന്തൊക്കെയാണ് വെക്കേഷൻ ചെയ്തേ പറഞ്ഞേ? ആ ടി വി കണ്ടു, സിനിമ കണ്ടു, ടി വി കണ്ടു. ഓക്കെ. പിന്നെ ഗെയിംസ് കളിച്ചു, വായിച്ചു, ടൂറ് പോയി. ഓക്കെ ഓക്കെ ഓക്കെ. എന്തൊക്കെ ഗെയിംസാണ് കളിച്ചേ? ഒരാൾ പറഞ്ഞേ. ഫുട്ബോള്, ക്രിക്കറ്റ്, പിന്നെ വോളിബോൾ കളിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും എല്ലാ ടൈപ്പ് ഗെയിംസും കളിച്ചിട്ടുണ്ട് അല്ലേ? ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഒരു ക്രിക്കറ്റ് അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ആ ബോളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബാറ്റ്മാൻ ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബോളിന് എന്താ സംഭവിക്കുന്നത്? അതെ, ബോള് നീങ്ങുന്നു. എന്തുകൊണ്ടായിരിക്കും ഈ ബോൾ ഇങ്ങനെ നീങ്ങുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഒരാൾ ആലോചിച്ച് പറഞ്ഞേ, എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഗെയിംസൊക്കെ കളിക്കുമ്പോൾ ഈ ബോൾ ഇങ്ങനെ നീങ്ങുന്നേ? കൃഷ്ണപ്രിയ പറഞ്ഞേ, എന്തുകൊണ്ടാ? വെരി ഗുഡ്. എന്തുകൊണ്ടാ? നമ്മൾ ആ ബോളിൽ ബലം പ്രയോഗിക്കുന്നത് കൊണ്ടാണ് ബോൾ എന്ത് ചെയ്തത്? നീങ്ങിയത്. ഇനി ഞാൻ വേറൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പം ഞാൻ ക്രിക്കറ്റ് കളിക്കാമെന്ന് വിചാരിക്കുക. ഇതെൻ്റെ കയ്യിലൊരു ബാറ്റ് ഉണ്ട്. അവിടെ നിന്ന് ബോൾ കിട്ടും. ഞാൻ ഈ ബാറ്റ് വെച്ച് അടിച്ചു. അപ്പോൾ ആ ബോൾ ഏത് ദിശയിലേക്കാണ് മൂവ് ചെയ്യുന്നത്? ഞാൻ അടിച്ച ദിശയിലേക്കാണ്, അതായത് ബലം കൊടുത്ത ദിശയിലേക്കാണ്, അത് വേറെ ഏതെങ്കിലും ദിശയിലേക്കാണ്? പറയാൻ പറ്റുമോ? ഏത് ദിശയിലേക്കാ? നമ്മൾ ബലം കൊടുത്ത ദിശയിലേക്കാണ് പോകുന്നത്. അപ്പം ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മൾ ഒരു വസ്തുവിന് ഒരു ബലം കൊടുക്കുമ്പോൾ ആ വസ്തുവിന് ഏത് ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടാവുന്നത്? ബലം കൊടുക്കുന്ന ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രവൃത്തി എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഒരു ചെയറില്ലേ? ടീച്ചർ ഈ ചെയറിൽ ഒരു ബലം കൊടുക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കണേ, ഞാൻ ഒരു ബലം കൊടുത്തു. ഇപ്പൊ എന്താ സംഭവിച്ചേ? അതെ, ചെയർ നീങ്ങി. എങ്ങോട്ട് നീങ്ങി എന്ന് പറ? ടീച്ചർ വെരി ഗുഡ്. ടീച്ചർ ബലം കൊടുത്ത ദിശയിലേക്ക് ചെയറിന് സ്ഥാനാന്തരം സംഭവിച്ചു. അപ്പൊ ഇവിടെ വർക്ക് നടന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ? അപ്പൊ ഇവിടെ വർക്ക് നടന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ എന്താ വർക്ക് എന്ന്? മനസ്സിലായി. ഇനി വേറൊരു കാര്യം എടുത്താട്ടെ. നമ്മൾ എപ്പോഴും ബലം കൊടുക്കുമ്പോൾ ഈ വർക്ക് നടക്കണമെന്ന് നിർബന്ധമുണ്ടോ? ആർക്കും അറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ എപ്പോഴും ബലം കൊടുക്കുമ്പോൾ വർക്ക് നടക്കണം എന്ന് വെച്ചാൽ സ്ഥാനാന്തരം ഉണ്ടാവണം അല്ലേ? അതേ ദിശയിൽ ഉണ്ടാവുന്നുണ്ടോ? പോട്ടെ, നമുക്കൊരു ഉദാഹരണം നോക്കാം. ഈ ചുവരുണ്ട്. ഞാൻ ഇവിടുന്ന് ഈ ചുവരിലേക്ക് എന്ത് കൊടുക്കുന്നു? ബലം കൊടുക്കുന്നു. ചുവര് നീങ്ങുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നില്ല? ചുവരിന് സ്ഥാനാന്തരം സംഭവിക്കുന്നില്ല. അപ്പൊ ഞാൻ ബലം കൊടുത്തിട്ടും അവിടെ എന്ത് സംഭവിക്കുന്നില്ല? സ്ഥാനാന്തരം സംഭവിക്കുന്നില്ല. അപ്പൊ നമുക്ക് അവിടെ വർക്ക് നടന്നെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവിടെ പ്രവൃത്തി നടന്നിട്ടില്ല. വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും പ്രവൃത്തിനെ പറ്റി മനസ്സിലായില്ലേ? ഓക്കെ. നമുക്കിനി ബാക്കി പ്രവൃത്തിനെ പറ്റി കൂടുതൽ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഓക്കെ.